أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. وهو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ചർച്ച ചെയ്ത അതായ വിഷയം സമ്പത്തിനെ കുറിച്ചാണ്. സമ്പത്തിന് ഇസ്ലാം നൽകിയതായ പ്രത്യേകതയും സമ്പത്തുമായിട്ട് നാം ഏത് രൂപത്തിലാണ് ഇടപെടേണ്ടതും പെരുമാറേണ്ടതും എന്നീ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. ഖുർആൻ വളരെ വിശാലമായി ചർച്ച ചെയ്തൊരു വിഷയമാണ് മാല് എന്നത്, അഥവാ സമ്പത്ത് എന്നത്. എത്രത്തോളം ഖുർആനിൽ ആ സമ്പത്തിനെ നിങ്ങൾ അർഹപ്പെട്ടവരുടെ കയ്യിലല്ലാതെ കൊടുക്കരുത് എന്നവരേക്കും വളരെ കർശനമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. വലാ തൂതു സുഫഹാ അംവാലക്കും, ഓയത്തക്കാരുടെ കയ്യിൽ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ കൊടുക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായിട്ട് കാണാം. അഥവാ സമ്പത്തിനെ സംരക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിക്കേണ്ടതാണ് എന്ന അർത്ഥത്തിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ഭൂമിയിൽ നമുക്ക് പ്രാതിനിധ്യം നൽകിയത് ഇവിടെയുള്ളതായ അള്ളാഹു നമുക്ക് വേണ്ടി നൽകിയതായ സമ്പത്തുകൾ, റിസ്ഖുകൾ, അവകളുടെ എല്ലാം നേതൃത്വങ്ങൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് നാം അതിനെ ഏത് രൂപത്തിലാണ് ചെലവഴിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് പെരുമാറേണ്ടത്, ഏത് രൂപത്തിലാണ് അതിൽ കൈയാളേണ്ടത് എന്ന് നമ്മോട് കൽപ്പിക്കുകയും ചെയ്തു. അള്ളാഹു നമുക്ക് ഇസ്തിഖ്ലാഫ് ചെയ്തതായ ഒന്നാണ് ഈ ഭൂമിയും അതിലുള്ളതുമെല്ലാം. അഥവാ അതിന്റെ കാര്യകർത്തൃത്വം ഏറ്റെടുക്കുന്ന കാര്യം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന അർത്ഥത്തിലേക്ക്. അത് വലിയ ബാധ്യതയാണ്, അത് മഹാ ചുമതലയാണ്. ആ ചുമതലയും ബാധ്യതയും ആകാശവും ഭൂമിയുമെല്ലാം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവായ ഒരു ബാധ്യതയാണ്. ആ ഒഴിവായ ബാധ്യതയാണ് അമാനത്ത് എന്നത്. അഥവാ ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചതായ ഈ സൂക്ഷിപ്പ് സ്വത്ത്, അതിന് നാം ഏറ്റെടുത്തു. അത് ദീനാവട്ടെ ദുനിയാവട്ടെ, ഈ ഭൂമിയിൽ എന്തെല്ലാം നമുക്ക് അല്ലാഹു ഏൽപ്പിച്ചു തന്നു അതെല്ലാം നമുക്ക് അമാനത്തായിട്ട് ഏൽപ്പിച്ചു തന്നതാണ്. ഇന്ന അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅഷ്ഫഖ്ന മിൻഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നാം അർദ് ചെയ്തു, നാം പ്രദർശിപ്പിച്ചു, ഞാൻ കാണിച്ചു കൊടുത്തു ഇതാ ഈ അമാനത്ത് എന്നതായ ഈ സൂക്ഷിപ്പ് സ്വത്തിനെ, അഥവാ ദീനാകുന്ന ഈ ആദർശത്തെ ഏറ്റെടുക്കുക. അതിന്റെ കീഴിൽ ഒതുങ്ങുന്നതായ എന്തെല്ലാമുണ്ട്, അത് നഫ്സിന്റെ കാര്യമാവട്ടെ, അഭിമാനത്തിന്റെ കാര്യമാവട്ടെ, ചോരയുടെ കാര്യമാവട്ടെ, ശരീരത്തിന്റെ കാര്യമാവട്ടെ, ദീനിന്റെ കാര്യമാവട്ടെ, അതൊക്കെയാണ് അമാനത്ത് എന്ന് പറഞ്ഞാൽ. അതിന് നാം ആകാശത്തിലേക്കും ഭൂമിയിലേക്കും അർള് ചെയ്തു, പർവ്വതത്തിലേക്കും അർള് ചെയ്തു. അവരോടെല്ലാം ഈ ബാധ്യത ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും പോലെ അള്ളാഹു പറയുന്നു, ഫഅബൈന അൻ യഹ്മിൽനഹാ, ആ ബാധ്യത ഏറ്റെടുക്കാൻ അവർ കൂട്ടാക്കിയില്ല, അവര് ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. പക്ഷേ അത് ഏറ്റെടുത്തവരാരാണ്? വഹമലഹൽ ഇൻസാൻ, മനുഷ്യനാണ് ഏറ്റെടുത്തത്. മനുഷ്യൻ എന്ന വാക്ക് ഖുർആനിൽ പറയുമ്പോൾ തന്നെ ആക്ഷേപാർഹമായ രൂപത്തിൽ സംസാരിക്കുമ്പോഴാണ് മനുഷ്യൻ എന്ന പദം ഉപയോഗിക്കാറുള്ളത് എന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. അപ്പോൾ മനുഷ്യൻ ഇവിടെ ചിന്തിക്കാതെ ഏറ്റെടുത്തതുപോലെ എന്ന അർത്ഥത്തിലേക്കാണ്. എന്തുകൊണ്ട്? അത് മഹാബാധ്യതയായതുകൊണ്ട് തന്നെ ആ ഏറ്റെടുത്ത ആ ബാധ്യതയെ മനുഷ്യൻ നിർവഹിച്ചിട്ടില്ല വേണ്ടതുപോലെ എന്നതാണ് യാഥാർത്ഥ്യം. വളരെ ചുരുക്കം പേർ മാത്രമാണ് ഈ ബാധ്യതയെ ഏറ്റെടുക്കേണ്ടതുപോലെ ഏറ്റെടുത്തിട്ട് ആ ബാധ്യത നിർവഹിക്കേണ്ടതുപോലെ നിർവഹിച്ചവർ ഇവിടെ ഉണ്ടായത്. കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിലും വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലും ഇപ്പോൾ നടക്കുന്ന കാലഘട്ടങ്ങളിലും അങ്ങനെ തന്നെയാണ് സ്ഥിതി. ആ മാലിന്റെ നേതൃത്വം, ആ മാലിനെ ഏറ്റെടുക്കേണ്ട കാര്യത്തിൽ, ആ സമ്പത്തിനെ ചെലവഴിക്കേണ്ട കാര്യത്തിൽ, ആ സമ്പത്തിനെ ഉപയോഗിക്കേണ്ട കാര്യത്തിൽ ഇതിലെല്ലാം മനുഷ്യൻ വീഴ്ച വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ അമാനത്ത് എന്ന ആ വാക്കിന്റെ അകത്ത് ഉൾക്കൊള്ളുന്നതായ ദീനിന്റെ കാര്യം അങ്ങനെ തന്നെ. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതുപോലെ അഖീദപരമായ വിശ്വാസപരമായ കാര്യത്തിൽ ലോകത്തിൽ ഇന്നും ഏത് കാലഘട്ടത്തിലും ബഹുഭൂരിപക്ഷം വീഴ്ചയിൽ തന്നെയാണ്. ബേക്കിലേക്കാണ് പോകുന്നത്, പിന്നിലാണ് അവർ ആദർശത്തിന്റെ കാര്യത്തിൽ. അള്ളാഹു ഉദ്ദേശിക്കുന്നതായ ആ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നില്ല, എത്തിയിട്ടില്ല.
അത് ബഹുഭൂരിപക്ഷത്തിന്റെ സ്ഥിതിയാണ്. അതാണ് അല്ലാഹു പറയാൻ കാരണം, ഫഹമലഹൽ ഇൻസാൻ, മനുഷ്യനാണ് അത് ഏറ്റെടുത്തത്. ഇന്നഹു കാന സലൂമൻ ജഹൂല, അവൻ ഏറ്റെടുക്കേണ്ടതുപോലെ ഏറ്റെടുക്കാത്തത് കൊണ്ട്, ഏറ്റെടുത്ത ആ ബാധ്യത നിർവഹിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവൻ അക്രമിയായിട്ടാണ് കണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതെ, വലൂമാണ്, ജഹൂലാണ്. അറിവില്ലായ്മ കാരണത്താൽ അഥവാ അതിന്റെ വില അറിയാത്തത് കാരണത്താൽ, നില അറിയാത്തത് കാരണത്താൽ, ഗാംഭീര്യത അറിയാത്തത് കാരണത്താൽ, എത്ര വലിയ ബാധ്യതയുള്ള ഒന്നാണ് ഈ അമാനത്ത് എന്നത് മനസ്സിലാക്കാത്തത് കാരണത്താൽ എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഖ്ലാഫ് നൽകി ഭൂമിയിൽ, അതൊരു മസ്ഊലിയത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മദീന ഇമാം ആരംഭിച്ചത്. ഇന്ന് അപ്രകാരം തന്നെ മക്ക ഇമാമും അതേ വിഷയം തന്നെയാണ് ചർച്ച ചെയ്തത്. നമുക്ക് രണ്ട് ഖുതുബയെയും മിക്സ് ചെയ്തുകൊണ്ട് ഇന്ന് സംസാരിക്കാം. എന്തുകൊണ്ട്? വിഷയം ഒന്നായതുകൊണ്ട്. നമുക്ക് സംഗതി മനസ്സിലാക്കിയാൽ മതി, നമുക്ക് കാര്യത്തിലേക്ക് എത്തിയാൽ മതി. നാം ഗൗരവത്തോടു കൂടി ഈ കാര്യത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ വീഴ്ചകൾ, സമ്പത്തിന്റെ കാര്യങ്ങളിൽ നമുക്കത് നികറ്റാൻ നമ്മെ സഹായകമാകും. ഇവിടെയുള്ള മക്ക മദീന ഇമാമുകളൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് ഇസ്ലാമിക ഗവൺമെന്റ് ആയതുകൊണ്ട് ഇസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിലുള്ളതായ സമ്പത്തുകൾ, അത് പൊതു സമ്പത്തുകൾ, പൊതു സ്വത്തുകൾ, അത് ലോകത്തുള്ള ഏത് രാഷ്ട്രത്തിന്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. മുസ്ലിങ്ങൾ ഇസ്ലാമാകുന്ന വിധിവിലക്കുകളെ ഇവിടുത്തെ ഗവൺമെന്റ് നടപ്പാക്കണമെന്ന് തീരുമാനിക്കുന്നത് കൊണ്ട് അതിനെ ഊന്നിപ്പറയുകയാണ് ഖതീബന്മാരും പ്രാസംഗികന്മാരും പണ്ഡിതന്മാരും പ്രബോധകന്മാരും എഴുത്തുകാരും ഉത്തരവാദപ്പെട്ടവരും. അതെന്താണ്? പൊതുമാല്, പൊതുസമ്പത്ത്, അതിൽ നിങ്ങൾ കൈ കടത്തരുത്, അതിനെ നിങ്ങൾ നശിപ്പിക്കരുത്, അതിനെ നിങ്ങൾ സംരക്ഷിക്കണം. അത് എല്ലാവരുടേതുമാണ്, അത് എല്ലാവർക്കും ഉള്ളതാണ്. അതിനെ സംരക്ഷിക്കുക എന്ന ബാധ്യത എല്ലാവരും ചെയ്യേണ്ടതാണ് എന്ന് പ്രത്യേകം ഇവിടെയുള്ളതായ രണ്ട് മിമ്പറിന്റെ മീതെയുള്ള മസ്ജിദുൽ ഹറാമിലുള്ള മിമ്പറിന്റെ മീതെ വെച്ചിട്ട് ഇന്ന് ഡോക്ടർ മാഹിർ അൽ മുഅയ്ഖരി സംസാരിച്ചപ്പോഴും മദീനയിലുള്ളതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്തുള്ള മിമ്പറിന്റെ മീതെ വെച്ച് പ്രസംഗിച്ചപ്പോൾ ഡോക്ടർ അബ്ദുള്ള അൽ ബൈജാൻ സംസാരിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് ആ വിഷയത്തെ വിശദീകരിച്ചത്. അത് നാമും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. പൊതുസമ്പത്തുകൾ ഇത് പൊതു ഗവൺമെന്റിന്റെതല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം അതിനെ നാം നശിപ്പിക്കാനോ അതിന് കോട്ടം വരുത്താനോ അതിനെ ചെലവഴിക്കാനോ പാടുള്ളതല്ല. അതിനെ സംരക്ഷിക്കുക എന്നത് അത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് എന്ന് മക്ക ഇമാമും മദീന ഇമാമും ഉണർത്തുകയുണ്ടായി. അള്ളാഹു ചോദിക്കുന്ന കാര്യമാണ്. കാരണം എല്ലാവരുടെയും ബാധ്യത ആകുമ്പോൾ എല്ലാവരോടും ചോദിക്കപ്പെടും. ഓരോ വ്യക്തിയും അവന്റെ കഴിവനുസരിച്ചിട്ട് പൊതു സമ്പത്തുകളെ, പൊതു മാലുകളെ, പൊതു സ്ഥാപനങ്ങളെ അവൻ സംരക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിക്കേണ്ടത് അവന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. അത് ഗവൺമെന്റിന്റെതല്ലേ, ഗവൺമെന്റ് എടുക്കൽ കാശുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് നാം അതിൽ കൈകടത്തുവാനോ, നാം അതിൽ വഞ്ചന നടത്തുവാനോ, നാം അതിൽ ചതിവ് നടത്തുവാനോ, നാം അതിൽ അതിനെ ചൂഷണം ചെയ്യുവാനോ അല്ലെങ്കിൽ അതിൽ നിന്നിട്ട് കട്ടെടുക്കുവാനോ പാടുള്ളതല്ല എന്ന് മക്ക ഇമാമും മദീന ഇമാമും ഇന്ന് വളരെ ഊന്നിപ്പറയുകയും തീർത്തു പറയുകയും അതുകൊണ്ടുള്ളതായ വിപത്തുകളും അതുകൊണ്ടുള്ളതായ അപകടങ്ങളും എത്രമാത്രമാണ് ഭൂമിയിൽ, എത്രമാത്രമാണ് പരലോകത്തിൽ എന്നത് രണ്ട് ഖതീബന്മാരും വിശദമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന്. അതെ, നസാഹത്ത് വളരെ മുഖ്യമാണ്. നസാഹത്തും സിദ്ഖും ഇഖ്ലാസും വഫാവും അതുപോലെ തന്നെ ഹുഖൂഖുകളും ഇൽത്തിസാമാത്തുകളും വേണ്ടതുപോലെ പരിപാലിക്കുക എന്നീ കാര്യങ്ങൾ, അഥവാ നസാഹത്ത് ശുദ്ധിയുള്ള രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ, അഥവാ അതിൽ കൃത്രിമമില്ലാത്ത, വഞ്ചനയില്ലാത്ത, ചതിവില്ലാത്ത പെരുമാറ്റങ്ങൾ, അതുപോലെ തന്നെ ആത്മാർത്ഥത, അതുപോലെ തന്നെ സത്യസന്ധത, അഥവാ കളവ് പറയാതിരിക്കുക, വാക്കുകൾ പാലിക്കുക, വഫാ അൽ ഉഹൂദ്, നാം ഉടമ്പടി ചെയ്തതായ ഉടമ്പടി പാലിക്കുക, വഫാ ബിൽ ഉഖൂദ്, നാം ചെയ്തതായ എഗ്രിമെന്റുകൾ പാലിക്കുക. ഇതൊക്കെ സമ്പത്തുമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഹുഖൂഖുകൾ, അങ്ങുമിങ്ങുമുള്ളതായ ഇടപാടുകൾ, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതായ ഇടപാടുകൾ, ഇൽത്തിസാമാത്തുകൾ, ഏറ്റെടുത്തതായ ബാധ്യതകൾ, അതെല്ലാം നിർവഹിക്കുന്നതിൽ നാം ഒരിക്കലും പിന്നിലാവാൻ പാടുള്ളതല്ല. അതെല്ലാം സമ്പത്ത് പറയുമ്പോൾ പറയേണ്ടി വരുന്നതായ ഭാഗങ്ങളാണ്. അതൊക്കെ വേറെ പറയുകയാണെങ്കിൽ ഓരോ വിഷയത്തിന് ഓരോ ക്ലാസ് എടുക്കാൻ മാത്രമുള്ള നീട്ടി പരത്തി വലിച്ചു പറയേണ്ടതായ വിഷയമാണ്, പരത്തി പറയേണ്ടതായ വിഷയമാണ്. അതുപോലെ തന്നെ തഅഫ്ഫുഫ് അനിൽ മുഹറമാത്ത്, അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ മുഹറമാത്തുകളായ കാര്യങ്ങളെ വിട്ടുനിൽക്കാൻ നമുക്ക് നമ്മുടെ മര്യാദ നമ്മെ സഹായിക്കണം എന്നത് ഒരു പ്രത്യേക ബാധ്യതയാണ്. അതിലും ശ്രദ്ധ ചെലുത്താറില്ല. വേണ്ടതുപോലെ ചൂഷണം ചെയ്ത് ആരും കാണുന്നില്ലല്ലോ, ആരും അറിയുന്നില്ലല്ലോ, ഇപ്പോൾ എനിക്ക് ഇത് കട്ടെടുക്കാം, ഇതിൽ എനിക്ക് വഞ്ചന വരുത്താം, ഇതിൽ എനിക്ക് തട്ടിപ്പ് നടത്താം, ഇതിൽ വെട്ടിപ്പ് നടത്താം, ഇതിൽ എനിക്ക് വേണ്ടതുപോലെ കൈകടത്താം, എന്നിട്ട് അതിനെ ഞാൻ ഗവൺമെന്റിന്റെ മുമ്പിൽ നല്ല സത്യസന്ധനായിട്ട് പെരുമാറുന്ന കാപ്പട്യം ഉപയോഗിച്ചുകൊണ്ട്, അഥവാ സത്യസന്ധനായിട്ട് ബാഹ്യരൂപത്തിൽ പെരുമാറി
മാറുകയും അതേസമയത്തിൽ അവൻ കാപ്പട്യം ഏറിയവനായിട്ട് അവൻ ഉള്ളിലൂടെ വഞ്ചനയും ചതിവും നടത്തുകയും ചെയ്യുന്നതായ സ്വഭാവം അത് സത്യവിശ്വാസികൾക്ക് പാടുള്ളതല്ല, മനുഷ്യന്മാർക്ക് പാടുള്ളതല്ല, മുസ്ലിങ്ങൾക്ക് പാടുള്ളതല്ല. അത് ഗവൺമെന്റ് സമ്പത്തായിരുന്നാലും ശരി, ആരുടെ സമ്പത്തായിരുന്നാലും ശരി എന്ന് മക്ക ഇമാമും മദീന ഇമാമും വളരെ ശക്തിയായ ഭാഷയിൽ ഊന്നി പറയുകയുണ്ടായി. ആ വിഷയം പറഞ്ഞപ്പോഴാണ് അവര് ഖിയാനത്ത് അഥവാ വഞ്ചന എന്നതായ വിഷയങ്ങൾ പറഞ്ഞതും നിഫാഖിന്റെ അടയാളങ്ങൾ പറഞ്ഞതും. ആയത്തുൽ മുനാഫിഖ് സലാസ, കാപ്പട്യം പേറി നടക്കുന്ന വിഭാഗത്തിന്റെ അടയാളം 3 എണ്ണമാണ്. ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിച്ചാൽ കളവേ പറയുകയുള്ളൂ. വഇദാ വഅദ അഖ്ലഫ, അവൻ വാഗ്ദാനം ഉടമ്പടി ചെയ്താൽ അത് അവൻ ആ ഉടമ്പടി പാലിക്കുകയില്ല, അതിന് മാറുകാട്ടും. വഇദാ തുമിന ഖാന, വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഗവൺമെന്റ് നമുക്ക് നമ്മെ വിശ്വസിച്ചുകൊണ്ട് നമ്മെ ആ ഗവൺമെന്റിന് കീഴിലുള്ളതായ വലിയ വലിയ സ്ഥാപനങ്ങൾ, വലിയ വലിയ ഗവൺമെന്റിന്റെ സാധനങ്ങൾ, അതിൽ വലിയ വലിയ വിലയുള്ളതായ സാധനങ്ങളായിരിക്കാം, വലിയ വിലയുള്ളതായ കാറായിരിക്കാം, വിലയുള്ളതായ ഓഫീസായിരിക്കാം, വിലയുള്ളതായ നമ്മുടെ ഉപയോഗിക്കുന്നതായ സാധനങ്ങൾ, അതെല്ലാം നമുക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഗവൺമെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന വേളയിൽ എന്ന അർത്ഥത്തിലേക്കാണ്. അതേ സമയത്ത് അത് നമ്മെ ഏൽപ്പിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആ ഉദ്യോഗം നമ്മെ ഏൽപ്പിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥന് ചെയ്യേണ്ടതായ ഈ സാമ്പത്തികമായ ബാധ്യതകളെല്ലാം അവന്റെ പെരടിയിൽ അർപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അവൻ ഗവൺമെന്റിനോട് അഗ്രിമെന്റ് ചെയ്ത് അത് ഞാൻ സംരക്ഷിക്കാം, അതിനെ സൂക്ഷിക്കാം, അതിനെ വേണ്ടതുപോലെ കൈയാളാം എന്ന് അവൻ അഗ്രിമെന്റ് ചെയ്തിട്ട് ഒപ്പിട്ടുകൊണ്ട് ഗവൺമെന്റുമായിട്ട് അല്ലെങ്കിൽ അവൻ ഏത് കമ്പനിയുമായിട്ട് അഗ്രിമെന്റ് നടത്തുന്നുവോ അവരുമായിട്ട് അവൻ എന്ത് ചെയ്യുന്നു? ഉറപ്പ് നൽകുന്നു. ആ ഉറപ്പ് നൽകുക എന്നതാണ് ഇത്തിമാൻ. അവനെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു, അവനെ മുത്തമനാക്കി. അങ്ങനെ മുത്തമനാക്കപ്പെട്ടതായ വിഭാഗം എന്തു ചെയ്യുന്നു? ഖാൻ, വഞ്ചിക്കുന്നു. അത് കാപ്പട്യം പേറി നടക്കുന്നവരുടെ സ്വഭാവമാണ്. അപ്പോൾ വഞ്ചിക്കാൻ പാടുള്ളതല്ല നമ്മളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എന്നതാണ് രത്നചുരുക്കം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞ ശൈലി ഇങ്ങനെയാണ്: ഇന്ന ദുനിയ ഹുൽവത്തുൻ ഖദിറ, ഈ ദുനിയാവ് വളരെ രസകരമായ ആസ്വാദ്യകരമായ ഹുൽവായ സാധനമാണ്, വളരെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതായ സാധനമാണ്, ജനങ്ങൾ ആഗ്രഹിക്കുന്ന സാധനമാണ്. വഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇതാ പ്രാതിനിധ്യം നൽകിയും കൊണ്ട് നിങ്ങളെ ഈ ദുനിയാവിന്റെ കാര്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ദുനിയാവിൽ കെട്ടിടം കെട്ടാനും, ഈ ദുനിയാവിനെ വികസിപ്പിക്കുവാനും, ഈ ദുനിയാവിൽ കച്ചവടം ചെയ്യുവാനും, ഈ ദുനിയാവിൽ ബിസിനസ് നടത്തുവാനും, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന റിസ്ഖിനെ ഉപയോഗപ്പെടുത്തിയും കൊണ്ട് അതിനെ പുരോഗതിയിൽ കൊണ്ടുപോകാനും ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. എന്തിനാണ് അതൊക്കെ അല്ലാഹു ചെയ്തത്? ഇവിടെ ഈ സമ്പത്തിനെ ഇറക്കിയത്, ഈ ഹലാലിനെ ഇറക്കിയത്, ഈ വിശാലമായ അനുഗ്രഹത്തെ ഇറക്കിയത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, എന്ത് കാട്ടുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. ഈ ദുനിയാവിന്റെ ഫിത്നയെ നിങ്ങൾ സൂക്ഷിക്കണം. ദുനിയാവിനെ മാല് കാണുമ്പോൾ, സമ്പത്ത് കാണുമ്പോൾ, ധാരാളം കോടിക്കണക്കിൽ കാശ് എന്റെ കസ്റ്റഡിയിൽ ഉണ്ടല്ലോ, അല്പം ഞാൻ ചൂഷണം ചെയ്യട്ടെ, അല്പം ഞാൻ കക്കട്ടെ, അല്പം ഞാൻ വഞ്ചിക്കട്ടെ, അല്പം ഞാൻ പെട്ടെന്ന് സമ്പാദിക്കുന്നവനായി മാറാൻ വേണ്ടി എന്തെങ്കിലും കഴിയുന്നത് ചെയ്യട്ടെ എന്ന് വിചാരിക്കലല്ല. മറിച്ച് നീ സൂക്ഷിക്കണം. വഞ്ചനയുടെ ലോകമാണ് ഈ ദുനിയാവ്. അതിലുള്ളത് മുഴുവൻ നശിച്ചു പോകുന്നതാണ്. റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു മാത്രമേ ശേഷിക്കുകയുള്ളൂ. അതുകൊണ്ട് റബ്ബുൽ ഇസ്സത്തി ജലാലുഹുവിന്റെ ഹദറത്തിലേക്ക്, അവന്റെ സാന്നിധ്യത്തിലേക്ക് നമുക്ക് ചെല്ലേണ്ടി വരും. അപ്പോൾ ഇവിടെ സംഭവിച്ചതായ സർവ്വ സംഭവ വികാസങ്ങളെ കുറിച്ച് ചോദിക്കുന്ന കൂട്ടത്തിൽ നമ്മളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടതായ ബാധ്യതകളെ കുറിച്ച്, സമ്പത്തുകളെ കുറിച്ച് നമ്മളോട് ചോദിക്കും. ആ ചോദിക്കുന്ന വേളയിൽ വ്യത്യാസമില്ലാതെ അണുവിന്റെ ഇവിടെ നാം വല്ലതും നമ്മളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടതായ ബാധ്യതകൾ ഉണ്ടെങ്കിൽ, അമാനത്തുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാതെ അല്ലാഹു വിടുന്നതല്ല എന്നത് ഖുർആൻ തീർത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ഈ സമ്പത്തിനെ നാം അതിനെ ചെലവഴിക്കാൻ അറിയാത്തവരുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറയാൻ കാരണം, നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ പോയർത്തക്കാരുടെ കയ്യിൽ കൊടുക്കരുത്. കാരണം സമ്പത്തിനെ ചെലവഴിക്കേണ്ടതുപോലെ ചെലവഴിക്കേണ്ടവരായിരിക്കണം ഏറ്റെടുക്കേണ്ടത്, അതിനെ കൈയാളേണ്ടതുപോലെ കൈയാളുന്നവരായിരിക്കണം ഏറ്റെടുക്കേണ്ടത്. അതിന് വിലയും നിലയും നിങ്ങൾ നൽകേണ്ടതുണ്ട്, ഇസ്ലാം നൽകിയതുപോലെ എന്നർത്ഥം. ഇത് ഇന്ന് മദീന ഇമാമും മക്ക ഇമാമും ചർച്ച ചെയ്തതായ വിഷയം മാലി എന്നത് ആകുമ്പോൾ, ആ മാലി എന്നത് ഫസാദിൽ നിന്നിട്ട് സുരക്ഷിതത്വത്തോടുകൂടി ഫസാദില്ലാത്ത അഥവാ തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും ചതിവുമില്ലാത്ത രൂപത്തിലുള്ള സമ്പത്തായി മാറണം. പ്രത്യേകിച്ച് അത് ഗവൺമെന്റിന്റെ സമ്പത്താണെങ്കിൽ
എന്ന് ഉണർത്താൻ വേണ്ടിയാണ് ഇന്ന് രണ്ട് ഇമാമുകളും പരിശ്രമിച്ചത്. അത് നാമും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആസ്വാദനം ഉണ്ടാകും. എന്തുകൊണ്ട്? ഹലാലി എപ്പോഴും കഴിക്കാനുള്ളതായ ഭാഗ്യം കിട്ടൽ വളരെ ചുരുക്കമാണ്. പലരും പറയാണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഹലാലായ രൂപത്തിൽ സമ്പാദിക്കാൻ തന്നെ സാധിക്കുകയില്ല എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമല്ല. എന്തുകൊണ്ട്? അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന വാക്ക് മുമ്പിൽ വെച്ചുകൊണ്ട്, എന്ന കൽപ്പന മുമ്പിൽ വെച്ചുകൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ പലിശയില്ലാത്ത, ലോൺ എടുക്കാത്ത വീടെടുക്കാൻ എത്ര കണ്ട് സമ്പാദിക്കാൻ പറ്റുന്നു അത്ര കണ്ട് സമ്പാദിച്ചിട്ട് ആ രൂപത്തിൽ ജീവിക്കാൻ തീരുമാനിക്കാൻ അവനെ പ്രേരിപ്പിക്കും. ലോൺ ഇല്ലാതെ കാർ എടുക്കാൻ ഏത് രൂപത്തിലുള്ള കാർ വാങ്ങാൻ സാധിക്കുന്നു. അത് വലിയ വിലയില്ലാത്ത രൂപത്തിലുള്ള കാറായിരുന്നാലും കാറിന് പകരം സൈക്കിൾ ആയിരുന്നാലും വിരോധമില്ല. അതിന്റെ പിന്നിൽ അഥവാ ഹറാമ് സമ്പാദിക്കുന്നതിന്റെ പിന്നിലുള്ള വിപത്തിനെ ചിന്തിക്കുമ്പോൾ, വിപത്തിനെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും അവനെ പലിശ ഒഴിവാക്കുവാനും പലിശ ബാങ്കുകൾ ഒഴിവാക്കുവാനും അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ സമ്പാദിക്കുവാനും അള്ളാഹു വിരോധിച്ച രൂപം ഒഴിവാക്കുവാനും അവനെ അത് പ്രേരിപ്പിക്കുക തന്നെ ചെയ്യും. അതാണ് സത്യവിശ്വാസിയായതുകൊണ്ട് ഒരു ആദർശത്തിന്റെ ബേക്കിൽ ജീവിക്കുന്നത് കൊണ്ട് അവനെ പ്രേരിപ്പിക്കുന്നതായ ഭാഗം, അവനെ കൽപ്പിക്കുന്ന ഭാഗം, അവന് തശ്ചീഅ നൽകുന്നതായ ഭാഗം. അതാണ് ഇന്ന് മക്ക ഇമാമും മദീന ഇമാമും ഉണർത്തിയത്. ഇന്ന് ലോകത്തിൽ വളരെ വ്യാപകമായ ഒന്നാണ് ഫസാദി എന്നത്. ഫസാദ് അത് ഭൂമിയിൽ എല്ലായിടങ്ങളിലും എല്ലാ കാലഘട്ടത്തിലും വ്യാപകമാണെങ്കിലും ഇന്ന് വളരെ വളരെ വ്യാപകമായ കാലഘട്ടമാണ്. കാരണം നെറ്റിൽ കൂടി ആധുനിക മാധ്യമങ്ങളിൽ കൂടി എല്ലാം വഞ്ചനകളും ചതിവുകളും വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കാശികളെ, നമ്മുടെ നമ്പർ ചോദിക്കുന്നു ഫോൺ ചെയ്തിട്ട്, എന്നിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും മറ്റു മറിച്ചൊക്കെ വഞ്ചനയിലൂടെ ചതിവിലൂടെ നമ്മളോട് ചൂഷണം ചെയ്ത് കളവ് പറഞ്ഞെടുത്തിട്ട് പെട്ടെന്ന് നാം അറിയാ രൂപത്തിൽ നമ്മുടെ കാശ് ബാങ്കിൽ നിന്നിട്ട് കട്ടെടുക്കപ്പെടുന്നു. ഇതൊക്കെ ഫസാദിന്റെ ഒരു ഭാഗമാണ്. ഇന്ന് വ്യാപകമായി നടക്കുന്നതായ വഞ്ചനയും ചതിവും അതിന് അറുതി വരുത്തണം. അത് മുസ്ലിങ്ങൾ ഇസ്ലാം കൽപ്പിക്കുന്ന, ഇസ്ലാം ശാസിക്കുന്നതായ ആ ഭാഗങ്ങളൊക്കെ ആധികാരികമായിട്ട് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയിട്ട് ദീന് അവനോട് നൽകുന്ന കൽപ്പന അഥവാ വാസിഉദ്ദീനി മതം അവനോട് നൽകുന്നതായ ആ കൽപ്പനകൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഖാല അല്ലാഹ് ഖാല റസൂലു മുമ്പിൽ വെച്ചിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന് അത് ഹലാലീകരിക്കാൻ, സമ്പത്ത് ഇസ്ലാമീകരിക്കാൻ, സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലാക്കി മാറ്റാൻ അവനെ കൊണ്ട് സാധിക്കുന്നതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടിയാലും അവന്റെ പള്ള നിറയില്ല, അവന്റെ പോക്കറ്റ് നിറയില്ല, അവന്റെ ഖസനാവ് നിറയില്ല. അവന് കിട്ടിക്കൊണ്ടേയിരിക്കണം. അവന്റെ കൂടെ റസൂല് പറയുകയാണ്, രണ്ട് വാദി അവന്റെ മുമ്പിൽ, അത് മുഴുവനും നിറയെ സ്വർണം അവന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ, താഴ്വരാനാണ് വാദി നിറഞ്ഞാൽ, രണ്ട് താഴ്വര നിറയെ അവന്റെ മുമ്പിൽ എന്തുണ്ട്? സ്വർണമുണ്ട്. എന്നാൽ റസൂൽ പറയുന്നു ലബ്തഗ, അവൻ ആഗ്രഹിക്കും, വേറൊരു മൂന്നാമത്തത് കൂടി ഉണ്ടായ തരക്കേടില്ലായിരുന്നേനെ. വലാ യംലഉ ജൗഫു ബിനി ആദമ ഇല്ല തുറാബ്, മനുഷ്യന്റെ പള്ള നിറയുന്നതല്ല, ആദമിന്റെ സന്തതിയുടെ പള്ള നിറയുന്നതല്ല മണ്ണിലൂടെയല്ലാതെ, അഥവാ മരിക്കുമ്പോഴല്ലാതെ അവന്റെ ആഗ്രഹം തീരുന്നതല്ല എന്ന അർത്ഥത്തിലേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ദുനിയാവിന്റെ സ്ഥിതി. എങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ലിമിറ്റ് വെച്ചതായ അവിടുന്ന് മുമ്പോട്ട് വിട്ട് കടക്കാൻ പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച ലിമിറ്റിൽ പെട്ടതാണ് സമ്പത്തിനെ സംരക്ഷിക്കണം, നഫ്സിനെ സംരക്ഷിക്കണം, അഭിമാനത്തെ സംരക്ഷിക്കണം, ദീനിനെ സംരക്ഷിക്കണം, ചോരയെ സംരക്ഷിക്കണം. ഇതൊക്കെ അള്ളാഹു നമ്മുടെ മുമ്പിൽ വെച്ചതായ ലൈനാണ് ഖുർആനിലൂടെ, അതുപോലത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്തിലൂടെ. ആ ബാധ്യത നാം നിർവഹിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പൊതുമസ്ലഹത്തിന് ഘടകവിരുദ്ധമായി വരുന്നതായ എല്ലാ ചലനങ്ങൾ, എല്ലാ പെരുമാറ്റങ്ങൾ, എല്ലാ മുആമലാത്തുകൾ എല്ലാം നാം വിട്ടു നിൽക്കേണ്ടതാണ്, ഒഴിവായി നിൽക്കേണ്ടതാണ്. കാരണം അത് പൊതു സ്വത്ത്, പൊതു സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ നിന്റേതാണ്, അവന്റേതാണ്, അവളുടേതാണ്, അവരുടേതെല്ലാമാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഏത് പൊതു സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ അല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട്, അത് ഇന്നാളുടേതല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നാം ചൂഷണം ചെയ്യുവാനോ കൈകടത്തുവാനോ വഞ്ചന നടത്തുവാനോ ചതിവ് നടത്തുവാനോ പാടുള്ളതല്ല എന്ന അർത്ഥത്തിലേക്ക്. അതെ, മഹാനായ സഈദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട്, മൻ ഖുതില ദൂന മാലിഹി, ഒരാൾ അവന്റെ സമ്പത്തിന് വേണ്ടി പോരാടി അങ്ങനെ അവൻ മരിച്ചു, ഫഹുവ ഷഹീദ്, പോരാടി അവൻ മരിച്ചു, എന്താണ് അവൻ ലഭിക്കുക? ഫഹുവ ഷഹീദ്,
അവൻ ഷഹീദാണ്. അപ്പോൾ സമ്പത്തിനുള്ളതായ വില കണ്ടില്ലേ? ഒരാള് സ്വന്തം സമ്പാദിച്ച അവന്റെ ഹലാൽ, അവൻ സമ്പാദിച്ച അള്ളാഹ് അനുവദിച്ച രൂപത്തിൽ സമ്പാദിച്ച അവന്റെ സമ്പത്ത്, അത് കെട്ടെടുക്കാൻ വേണ്ടി മറ്റൊരാൾ വന്നാൽ അവൻ നമ്മോട് ആ സമ്പത്ത് പിടിച്ചു പറിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവനോട് പോരാടിയിട്ട് മരിച്ചാൽ റസൂൽ പറയുന്നു അവൻ ഷഹീദാണ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മൻ ഖുതില ദൂന ഇർദിഹി, അഭിമാനത്തിന് വേണ്ടി ഒരാൾ പോരാടിയിട്ട് അവൻ മരിക്കേണ്ടി വന്നാൽ അവൻ ഷഹീദാണ്. അവന്റെ ഭാര്യയെ അല്ലെങ്കിൽ അവന്റെ മകളെ, അവന്റെ കീഴിൽ ജീവിക്കുന്നതായ അവന്റെ അഭിമാനത്തെ പിച്ചു ചീന്താൻ വേണ്ടി ഒരാൾ വന്നു, അതിന്റെ പേരിൽ പോരാടേണ്ടി വന്നു, അങ്ങനെ മരിക്കേണ്ടി വന്നാൽ അവന് ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഒമൻ ഖുതില ദൂന ദമിഹി, ദമിന് വേണ്ടി നിന്നെ കൊല്ലാൻ വേണ്ടി ഒരാൾ വന്നു, നീ മുഅ്മിനായ മനുഷ്യനാണ്, മുഅ്മിനായ മനുഷ്യനെ കൊല്ലാതിരിക്കാൻ നീ പരിശ്രമിക്കൽ നിന്റെ ബാധ്യതയാണ്, നിന്റെ ശരീരത്തെ സംരക്ഷിക്കൽ നിന്റെ ചുമതലയാണ്. നീ നിന്റെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി നീ അവനെതിരിൽ പോരാടി, അങ്ങനെ നിന്നെ കൊല്ലപ്പെട്ടു, എന്നാൽ നീ ഷഹീദാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതുപോലെ തന്നെ ഒമൻ ഖുതില ദൂന ദീനിഹി ഫഹുവ ഷഹീദ്, ഒരാൾ അവന്റെ ദീനിനെതിരിൽ പോരാടി, ദീനിനു വേണ്ടി മതം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ പോരാടേണ്ടി വന്നു, അങ്ങനെ അവനോട് നാം പോരാടി അവസാനം മരിക്കേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നീ ഷഹീദാണ്, അങ്ങനെ മരിച്ചവൻ ഷഹീദാണ്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളെ ഞാൻ കൽപ്പിച്ചതായ ഹദീസ് ഹസനുൻ സഹീഹുമാണെന്ന് അവർ വിധിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദ്റത്തിലേക്ക് ഒരു വ്യക്തി വരികയുണ്ടായി. ചോദിക്കുന്നു, റസൂലെ, ഒരു മനുഷ്യൻ എന്റെ അടുക്കൽ വന്നു, എന്നിട്ട് അവൻ എന്നോട് എന്റെ സമ്പത്ത് ചോദിച്ചു. ഞാൻ അവന് സമ്പത്ത് കൊടുത്തില്ല. അവൻ ആവശ്യമില്ലാതെ എന്റെ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി അവൻ വന്നുകൊണ്ട് എന്നോട് സമ്പത്ത് ചോദിക്കുകയാണ്, എന്റെ കാശ് ചോദിക്കുകയാണ്. ഞാൻ കാശ് കൊടുത്തില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നോട് ചോദിച്ചാൽ നീ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ, നിന്നോട് നിർബന്ധിപ്പിച്ച് വാങ്ങാൻ വേണ്ടിയാണ് വന്നത് എങ്കിൽ നീ കൊടുക്കരുത്. അങ്ങനെ ഞാൻ കൊടുത്തില്ലെങ്കിൽ അവൻ എന്നോട് പോരാടിയാലോ? റസൂൽ പറഞ്ഞു, നീ അവനോട് പോരാടുക, അങ്ങനെ ഞാൻ മരിച്ചാലോ നീ സ്വർഗത്തിലാണ്, അല്ല അവനാണ് മരിച്ചതെങ്കിലോ അവൻ നരകത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ക്ലിയറായി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. ക്ലിയറായി സമ്പത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കുവാനും സമ്പത്തിന് വേണ്ടി പോരാടി മരിച്ചാൽ നിനക്ക് പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കും. നീ സത്യവിശ്വാസിയാണെങ്കിൽ, നീ മരിക്കുന്നത് ഈമാനോട് കൂടിയാണെങ്കിൽ നിനക്ക് സ്വർഗത്തിലേക്ക് അതിലൂടെ എത്താൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോൾ എത്രമാത്രം പ്രാധാന്യമുണ്ട് ഹലാലായ സമ്പത്തിന് എന്ന് നമുക്ക് റസൂലുള്ളാഹി പഠിപ്പിക്കും പോലെ അതാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടതായ കാര്യങ്ങൾ തന്നെയാണ് അല്പം മുമ്പ് ഞാൻ വിശദീകരിച്ച അബൂദാവൂദും തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ വന്നതായ ദീനിനെ കുറിച്ച്, അതുപോലെ തന്നെ അഭിമാനത്തെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ചോരയെ കുറിച്ച്, അഥവാ നമ്മുടെ നഫ്സിനെ കുറിച്ച്. അവിടെയെല്ലാം നാം പോരാടിയിട്ട് മരിക്കേണ്ടി വന്നാൽ നമുക്ക് പരലോക മോക്ഷം ലഭിക്കുമെന്നർത്ഥം. നമ്മുടെ ജീവിതത്തിനുള്ള ഖിവാമാണ്, നമ്മുടെ അമാലുകൾക്കുള്ള നിലനിൽപ്പിന് അനിവാര്യമായ ഒന്നാണ് സമ്പത്ത്. സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് പള്ളി കെട്ടാം, നമുക്ക് മദ്രസ കെട്ടാം, നമുക്ക് വീട് കെട്ടാം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം നമുക്ക് അതിലൂടെ സമ്പാദിക്കാം, അതിലൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുകൊണ്ടാണ് ഈ വിശുദ്ധ മതം, പരിശുദ്ധ ഇസ്ലാം നമ്മളോട് സമ്പത്തിനെ കാത്തു സൂക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും പറയുന്നത്. എന്ന് മാത്രമല്ല, സമ്പത്തുള്ളവൻ മറ്റുള്ളവർക്ക് സക്കാത്ത് കൊടുക്കാനും ഇസ്ലാം കൽപ്പിക്കുന്നു. എന്തുകൊണ്ട്? സമ്പത്ത് നിന്നിൽ പരിമിതമാവാൻ മാത്രം പാടുള്ളതല്ല, മറിച്ച് നിന്റെ പരിസരത്തിൽ ധാരാളം കഴിവില്ലാത്തവരുണ്ടായിരിക്കും. അതുകൊണ്ട് ഖുർആൻ 8 വിഭാഗത്തെ എണ്ണിയും കൊണ്ട് അവർക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണെന്ന് കൽപ്പിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ യദുൽ ഉല്യ, മീതെ നിൽക്കുന്ന കൈ, ഖൈറുൻ മിനൽ യദിസ് സുഫ്ല, താഴെ നിൽക്കുന്ന കൈയിനേക്കാൾ ഉത്തമമായ കൈയാണ്. അഥവാ മീതെ നിൽക്കുന്ന കൈ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കൈ, വാങ്ങുന്ന കൈയിനേക്കാളും നല്ല ഉത്തമമായ കൈയാണ് അല്ലാഹുവിന്റെ അടുക്കൽ. പക്ഷെ നീ കൊടുക്കാൻ ആരംഭിക്കുന്ന സമയത്ത് നീ കൊടുക്കാൻ ആരംഭിക്കേണ്ടത് ആരിലൂടെയാണ്? നിർബന്ധമായി നീ കൊടുക്കേണ്ടത് നിന്റെ കുടുംബക്കാർ, നിന്റെ കീഴിൽ ജീവിക്കുന്നവർ, അവരെയാണ് നീ മുന്തിക്കേണ്ടത്. നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയെ പട്ടിണി കിടത്തിയിട്ട്, നിന്റെ കുട്ടികളെ പട്ടിണി കിടത്തിയിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ഇസ്ലാം പറയുന്നില്ല. മറിച്ച് ഇസ്ലാം ചെലവഴിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നു. അള്ളാഹു ഖുർആൻ പറയുകയാണ്, അവിടെ ചെലവഴിക്കേണ്ടത് നിനക്ക് അത്യാവശ്യമുള്ളതായ കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തിയതിന് ശേഷം, നീ എടുത്തുവെച്ച ശേഷം ബാക്കിയുള്ളതാണ് ചെലവഴിക്കേണ്ടത്. എന്നല്ലാതെ നിനക്കുള്ളതായ നിന്റെ ജീവന
ജീവനെ രക്ഷിക്കാൻ, നിന്റെ കുട്ടികളുടെ ജീവനെ രക്ഷിക്കാൻ, നിന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമുള്ളതെല്ലാം എടുത്തു കൊടുക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല എന്ന് ഖുർആന്റെ സൂചനയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുമുണ്ട്. ഏറ്റവും ഉത്തമമായ സദഖ നമ്മുടെ കയ്യിൽ കാശുള്ള സന്ദർഭത്തിൽ ആ കാശിന്റെ തോത് അനുസരിച്ചിട്ട് അത് നാം മറ്റുള്ളവർക്ക് ചെലവഴിക്കുമ്പോഴാണ്. എന്നല്ലാതെ കടം വാങ്ങിയിട്ട് മറ്റുള്ളവരെ സഹായിക്കേണ്ട ആവശ്യമില്ല. നിന്റെ കൂടെയുണ്ടോ, നിനക്ക് ആവശ്യമുള്ളതെല്ലാം നീ ചെലവഴിച്ചു കഴിഞ്ഞോ, അഥവാ നിർബന്ധമായിട്ട് നിന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ള ചെലവഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കാര്യം ശ്രദ്ധിക്കണം. അത് ഇസ്ലാം കൽപ്പിച്ചതായ ബാധ്യതയാണ്. കാരണം നമ്മുടെ ജീവനെ രക്ഷിക്കുക അത് നമ്മുടെ ബാധ്യതയാണ്. അതിൽ നാം വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഒരാള് ഇഫ്ഫത്തോടുകൂടി മര്യാദയോടുകൂടി ജീവിക്കാൻ, മറ്റുള്ളവരോട് ചോദിക്കാതെ ജീവിക്കാൻ, സദഖ തിന്നാതെ ജീവിക്കാൻ, ധർമ്മം തിന്നാതെ ജീവിക്കാൻ എത്ര കണ്ട് അവന്റെ പ്രവർത്തനത്തിലൂടെ അവന്റെ കയ്യാലെ സാധിക്കുന്നു അത്ര അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഫ്ഫത്തോട് ജീവിക്കാനുള്ള ചുറ്റുപാടും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. പക്ഷേ മൻ ഫതഹ ബാബ മസ്അലത്തിൻ ഫതഹ അല്ലാഹു ബാബ ഫഖർ എന്ന് നാം പലപ്പോഴും കേട്ട ഹദീസാണ്. ആരെങ്കിലും ചോദിക്കാനുള്ള വാതിൽ തുറന്നാൽ അവന് എപ്പോഴും പിന്നെ ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും, എപ്പോഴും ഇറക്കേണ്ടി വരും. ഇറക്കുന്ന വാതിൽ പൂട്ടാൻ സാധിക്കുന്നതല്ല എന്ന് മാത്രമല്ല അവൻ ആ വാതിൽ പൂട്ടാൻ സാധിക്കുകയുമില്ല എന്ന് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ അത്രയും നാം ശ്രദ്ധിക്കേണ്ടതായ ഭാഗമാണ് എന്ത്, ഇറക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ആ കഴിവില്ലാത്തവർക്ക് സഹായിക്കുന്ന കാര്യത്തിലും. അപ്പോൾ ഇറക്കുമ്പോൾ അത്യാവശ്യം മാത്രം ഇറക്കേണ്ടവർ ഇറന്നാൽ മതി എന്ന് പറയും പോലെ ഇസ്ലാം അങ്ങനെയാണ് കൽപ്പിക്കുന്നത്. നിനക്ക് ജീവിക്കാനുള്ള മാർഗമില്ല, ഒരു നിലക്കും ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെയുള്ള പരിതസ്ഥിതിയിലേക്ക് ചുറ്റുപാടിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഒരാൾ മറ്റുള്ളവരോട് കൈനീട്ടാൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അതും സമ്പത്തിനുള്ള പ്രത്യേകത പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഭാഗമാണ്. ലാ ഹസദ ഇല്ലാ ഫിത്നതൈൻ. റസൂലുള്ളാഹി പറയുന്നു, രണ്ട് കാര്യം പരസ്പരം അസൂയ വെക്കാൻ അനുവദിക്കപ്പെട്ടതായ കാര്യമാണ്. അസൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരിൽ ഉള്ളത് നഷ്ടപ്പെട്ടിട്ട് ലഭിക്കണമെന്നല്ല, മറിച്ച് മറ്റുള്ളവരിൽ കാണുമ്പോൾ അതിൽ നമുക്ക് അതുപോലെ എനിക്കുമുണ്ടായിരുന്നുവെങ്കിൽ ഞാനും അങ്ങനെ കാട്ടിയിരുന്നേനെ എന്ന് പറയുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതായ അസൂയ. അതെങ്ങനെയാണ്? റസൂൽ പറയുന്നു, ഒരു മനുഷ്യന് സമ്പത്തുണ്ട്, ആ സമ്പത്തിന് അവൻ അള്ളാഹുവിന്റെ വഴിയിൽ വളരെ നന്നായി ചെലവഴിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് റബ്ബേ അങ്ങനെയുള്ള സമ്പത്ത് എനിക്ക് തന്നിരുന്നുവെങ്കിൽ അതുപോലെയുള്ള ചെലവഴിക്കൽ ഞാനും ചെലവഴിച്ചിരുന്നേനെ എന്ന് ആഗ്രഹിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും പോലെ. അതുപോലെ തന്നെ ഒരാൾക്ക് ഇൽമുണ്ട്, ഒരാൾ ആ ഇൽമിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഒരാൾ ഇൽമു പഠിക്കുന്നു, അത് വികസിപ്പിക്കുന്നു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കലിലൂടെ അത് കാണുമ്പോൾ അവിടെയും നമുക്ക് ഹസദ് എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ആൾ ഞാനായിരുന്നുവെങ്കിൽ, അതുപോലെയുള്ള പണ്ഡിതൻ ഞാനായിരുന്നുവെങ്കിൽ ഞാനും ആ രൂപത്തിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നേനെ, ഞാൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നേനെ എന്ന് ആഗ്രഹിക്കൽ ഇസ്ലാം അനുവദിച്ചതായ സൈസിലുള്ളതായ ഗിബ്തത്താണത്. അഥവാ അസൂയ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ വിരോധിക്കപ്പെട്ട അസൂയ മറ്റുള്ളവരിൽ നഷ്ടപ്പെട്ടിട്ട് എനിക്കത് കിട്ടണമെന്ന് പൂതിവെക്കലാണ് വിരോധിക്കപ്പെട്ട അസൂയ. ഇത് അനുവദിക്കപ്പെട്ടതായ അസൂയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നതായ ഈ ഭാഗം. എത്രത്തോളം അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവരെ കണ്ടിട്ട് ഫഖീറന്മാര്, അവശർ, കഴിവില്ലാത്തവർ റസൂലുള്ളാഹിയുടെ പരിസരത്തിൽ വെച്ചിട്ട് പ്രയാസപ്പെട്ടപ്പോൾ, ഞങ്ങൾക്ക് അതുപോലെയുള്ള നേട്ടം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പ്രയാസപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും 33 പ്രാവശ്യം പറയുവാനും അതിന്റെ പരിപൂർണത എന്നോണം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുവാനും കൽപ്പിച്ചു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? അവരെ പ്രയാസപ്പെടുത്താതിരിക്കാൻ, നിങ്ങൾക്കും അവരെ സമ്പാദിച്ചതുപോലെയുള്ള സമ്പാദ്യം നിങ്ങൾക്ക് ഈ അദ്കാറുകളിലൂടെ ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സഹാബാക്കളെ സമാധാനിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചതായ രീതിയാണ്. ഈ സമ്പത്തിന്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇപ്പോൾ നമസ്കരിച്ചു വന്നതായ നമസ്കാരം, ഫൈദാ ഖുദിയത്തുസ് സ്വലാ, ജുമുഅ നമസ്കാരം വരെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഫത്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്, നിങ്ങൾ ഭൂമിയിൽ വ്യാപകമാവുക, എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിന്റെ ഫളിൽ നിന്നിട്ട് സമ്പാദ്യത്തിൽ നിന്നിട്ട് നേടുക എന്ന് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു. അപ്പോൾ ജുമുഅ ദിവസമായിരുന്നാലും ആ ജുമുഅ നമസ്കാര സമയത്ത്, ഖുതുബ കേൾക്കുന്ന സമയത്ത് സമ്പാദിക്കാൻ പാടില്ല എന്നല്ലാതെ അല്ലാത്ത സമയത്ത്
നമുക്ക് എത്ര കണ്ട് സമ്പാദിക്കാൻ സാധിക്കുന്നു, അത് വെള്ളിയാഴ്ച ദിവസമായിരുന്നാലും അത് സമ്പാദിക്കാം, ആ സമ്പാദ്യം ഉപയോഗപ്പെടുത്താം, അത് ഹലാലാണ് എന്ന് പഠിപ്പിക്കും പോലെ. അതുപോലെ തന്നെ അല്ലാഹു ഖുർആനിൽ ഒരിടത്ത് പറയുന്നു, വആഖറൂന യദ്രിബൂന ഫിൽ അർളി യബ്തഗൂന മിൻ ഫളില്ലാ, മറ്റൊരു വിഭാഗം ഭൂമിയിൽ സഞ്ചരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിന്റെ ഫളിനെ തേടിയും കൊണ്ട്, അഥവാ സമ്പാദ്യത്തെ തേടിയും കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈലി വനിസ്ഫഹു വസുലുസഹു എന്ന ആയത്തിലാണ്, മുസ്സമ്മിൽ എന്ന സൂറത്തിന്റെ സമാപനത്തിലാണ് ഈ സംഭവം പറയുന്നത്. എന്ത്? നിങ്ങൾ രാത്രി നിന്ന് നമസ്കരിക്കുന്നു എന്നും പകുതി വരെ നമസ്കരിക്കുന്നു എന്നും നിങ്ങളുടെ കൂടെയുള്ളവരിൽ നിന്ന് നമസ്കരിക്കുന്നു എന്നും ഇതൊക്കെ അല്ലാഹ് അറിയുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഒരുപോലെയല്ല. ചിലർ യുദ്ധത്തിന് വേണ്ടി പോകുന്നു, അവർക്ക് നിന്ന് നമസ്കരിക്കാൻ സാധിച്ചോണമെന്നില്ല. ചിലർ സമ്പാദിക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യാൻ പോകുന്നു, ആ ബിസിനസ് ചെയ്യാൻ പോകുന്നതായ സന്ദർഭത്തിൽ രാത്രി നിന്ന് നമസ്കരിക്കുന്നവരുടെ നേട്ടം നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചോണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ അത് വളരെ ചുരുക്കേണ്ടി വരും. 11 റക്അത്ത് നിസ്കരിക്കുന്നതിന് പകരം അവർ 5 നിസ്കരിക്കുക, അല്ലെങ്കിൽ 3 നിസ്കരിക്കുക. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ആക്ഷേപമായിട്ട് സംസാരിച്ചില്ല. എന്തുകൊണ്ട്? സമ്പാദ്യമല്ലേ, സമ്പാദിക്കട്ടെ, അള്ളാഹു അനുവദിച്ച രൂപത്തിൽ സമ്പാദിക്കട്ടെ. അത് ഇസ്ലാം അതിനെ പ്രേരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്നു, റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി, നിങ്ങൾക്ക് വേണ്ടതുപോലെ നിന്യപ്പെടുത്തി തന്നു. എന്തിനാണ്? അതിലൂടെ അതിനെ കുഴിച്ച് കളച്ച് മറിച്ച് അതിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് അതിൽ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി അവിടെ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് അള്ളാഹു നിങ്ങളോട് ആവശ്യപ്പെട്ടതാണ്. നിങ്ങളെ പ്രാതിനിധ്യം ഏൽപ്പിച്ച് തന്നൊരു കാര്യമാണ് ഭൂമി. ആ ഭൂമിയെ നിങ്ങൾ പ്രവർത്തിക്കാതെ മടിയന്മാരായി ചടഞ്ഞുകൂടേണ്ടവരല്ല നിങ്ങൾ. അതിന് പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതിയിലേക്ക് കൊണ്ടുപോകേണ്ടവരാണ് നിങ്ങൾ. പക്ഷേ അത് ഹലാലൂടെ മാത്രം. പക്ഷേ അത് ഫസാദില്ലാതെ, ഫിത്നയില്ലാതെ, വഞ്ചനയില്ലാതെ, ചതിവില്ലാതെ, വെട്ടിപ്പില്ലാതെ, ചൂഷണമില്ലാതെ, വശീകരണമില്ലാതെ ആ രൂപത്തിലായിരിക്കണം എന്നത് മാത്രമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. നമ്മുടെ സമയം സമാപിക്കാൻ പോവുകയാണ്. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന് രോഗമുണ്ടായി ഹജ്ജത്തുൽ വദാഇന്റെ ദിവസത്തിൽ. അദ്ദേഹം അപ്പോഴൊന്നും മരിച്ചിട്ടില്ല, കുറെ ദശവർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് മരിച്ചത്. പക്ഷേ രോഗം പിടിപെട്ടപ്പോൾ, പലപ്പോഴും രോഗം വരുമ്പോൾ മനുഷ്യന്മാർക്ക് നമുക്കറിയാവുന്നതുപോലെ രോഗം കുറച്ച് ശക്തിയുള്ള രോഗമാണെങ്കിൽ ഈ രോഗത്തിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പേടിയുണ്ടാവുമല്ലോ. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ ദിവസത്തിൽ സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്നിട്ട് രോഗമുള്ളവരെ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ സഅദിന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ റസൂൽ എത്തുകയുണ്ടായി. സഅദ് റളിയല്ലാഹു തആല അടുക്കലേക്ക് എത്തിയപ്പോൾ സഅദ് ഇബ്നു അബി വഖാസിനെ നിങ്ങൾക്കറിയാം, ഞാൻ സഈദിനെ അല്പം മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അല്പം മുമ്പ് സഈദ് റിപ്പോർട്ട് ചെയ്തതായ ഹദീസും പറഞ്ഞിട്ടുണ്ട്. ഈ സഈദും സഅദൊക്കെ ആരാണ്? സ്വർഗ്ഗത്തിലെ ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് കിട്ടിയതായ 10 ആളിൽ 2 ആളാണ് അവർ. അതുകൂടി മനസ്സിലാക്കൽ അനിവാര്യമാണ്, നല്ലതാണ്. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് മരണശയ്യയിൽ കിടക്കാണെന്ന് മൂപ്പർക്ക് തോന്നിയത് അദ്ദേഹത്തിന് രോഗം ബാധിച്ചപ്പോൾ. എന്നിട്ട് മഹാനായ സഅദ് പറയാണ്, റസൂലേ, എനിക്ക് ധാരാളം സമ്പത്തുണ്ട്, ഞാൻ നല്ല കാശുള്ള ആളാണ്. അതേസമയത്ത് എനിക്കൊരു പെൺകുട്ടിയേ ഉള്ളൂ. അപ്പോൾ എന്റെ സമ്പത്തിൽ നിന്നിട്ട് എനിക്ക് പരലോകത്തിൽ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് മറ്റുള്ളവർക്ക് വസിയത്ത് ചെയ്തുകൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് ചോദിക്കുകയുണ്ടായി. എന്റെ സമ്പത്ത് മുഴുവനോ? പാടില്ല എന്ന് പറഞ്ഞു. പകുതിയോ? പാടില്ല എന്ന് പറഞ്ഞു. 3 ഭാഗമോ? 3 ഭാഗം തന്നെ കൂടുതലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ നമ്മുടെ സമ്പത്ത് നാം വസിയത്ത് ചെയ്യുമ്പോൾ നമ്മുടെ സമ്പത്തിൽ നിന്നിട്ട് വസിയത്ത്, ഒന്നാമത് നാം വസിയത്ത് ചെയ്യേണ്ടത് അനന്തരാവകാശികളല്ലാത്തവർക്കാണ്. അനന്തരാവകാശികൾക്ക് വസിയത്തില്ല. നമ്മുടെ സമ്പത്തിനെ അനന്തരാവകാശമായി എടുക്കുന്നവർക്ക് വസിയത്തില്ല. കാരണം അവരാ സമ്പത്തിൽ നിന്നിട്ട് വേണ്ടതായ അവകാശത്തെ അവർക്ക് നാം ഒഴിവാക്കി പോകുന്നു. അതുകൊണ്ട് അവർക്ക് വസിയത്തില്ല. വസിയത്ത് അനന്തരാവകാശികളല്ലാത്തവർക്കാണ് നാം വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ. ആ പാടുള്ളൂ എന്ന് പറഞ്ഞ ആ അനുവദിക്കപ്പെട്ട ഭാഗം 3 ഭാഗം മാത്രമാണ്. നമ്മുടെ കൂടെ 30 ലക്ഷം ഉണ്ടെങ്കിൽ 10 ലക്ഷത്തിലേ നിനക്ക് കൈകടത്താൻ പറ്റുള്ളൂ. നിന്റെ സമ്പത്തായിരുന്നാലും ശരി 10 ലക്ഷത്തിലല്ലാതെ മറ്റു 20 ലക്ഷത്തിൽ കൈകടത്താൻ നിനക്ക് ഇസ്ലാം അനുവാദം നൽകുന്നില്ല. 3 ഭാഗം മാത്രമേ നീ മറ്റുള്ളവർക്ക്, പള്ളിക്ക്, മദ്രസക്ക്, വഖഫ് ബോർഡിന്, ആർക്ക് നീ ധർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ധർമ്മം ചെയ്യാനുള്ളതായ, വസിയത്ത് ചെയ്യാനുള്ളതായ അധികാരം 3 ഭാഗത്തിൽ മാത്രമാണ്. എന്തേ കാരണം? റസൂലുള്ളാഹി പറയുന്നു, നീ നിന്റെ സമ്പത്തിനെ നിന്റെ കുടുംബത്തിലേക്ക് ഒഴിവാക്കി പോയിട്ടില്ലെങ്കിൽ, ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു പെൺകുട്ടി, നിന്റെ അനന്തരാവകാശികൾക്ക് ഒഴിവാക്കി പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൻതദറ വറസതക അഗ്നിയാ ഖൈറും മിൻ അൻതദറഹും ആലതൻ യതകഫഫൂന അന്നാസ്. നിന്റെ അനന്തരാവകാശികളെ
സമ്പത്തുള്ളവരാക്കി നീ ഒഴിവാക്കി പോകൽ ഉത്തമമാണ്. എന്തിനേക്കാൾ അവർ ജനങ്ങളുടെ അടുക്കൽ ഇറക്കുന്നവരായി ഉപേക്ഷിക്കുന്നതിനേക്കാൾ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറക്കുന്ന വ്യക്തികളായിട്ട് നിന്റെ മക്കൾ മാറുന്നതിന് പകരം നീ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് നല്ല രൂപത്തിൽ ജീവിക്കുന്നവരാക്കി മാറ്റി അവരെ വിടലാണ് ഉത്തമമായ രീതി എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ അത്രയും ഇസ്ലാം നാം സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലാവണമെന്ന നിർബന്ധമുള്ളതുപോലെ സമ്പാദിച്ച സമ്പാദ്യത്തെ മരണപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ ഒഴിവാക്കി പോകുമ്പോൾ അതും വെക്കേണ്ടടുത്ത് വെക്കണം, അത് വേസ്റ്റാക്കാൻ പാടില്ല എന്നാണ് ഇവിടെ കൽപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വാക്കിലൂടെ, ഈ പ്രവചനത്തിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ റസൂൽ പറഞ്ഞു, ഇന്നക ലൻ തുഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഇല്ലാ ഉജിർത ബിഹാ. നീ എന്തെങ്കിലും ഒരു കാശ്, ഒരു റിയാൽ പോലും, ചെറുതാവട്ടെ വലുതാവട്ടെ, അള്ളാഹുവിന്റെ വഴിയിലാണ്, അള്ളാഹുവിന്റെ പ്രീതികരകരമാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് നീ ചെലവഴിക്കുന്നതെങ്കിൽ അതിന് തക്കതായ പ്രതിഫലം അള്ളാഹു നിനക്ക് നൽകുക തന്നെ ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർത്തു. ഹത്താ മാ തജഅലഹു ഫീ ഫമി, അല്ലെങ്കിൽ ഫീ ഇംറഅതിക, നിന്റെ ഭാര്യയുടെ തൊള്ളയിൽ നീ വെക്കുന്ന ആ ഭാര്യയ്ക്ക് നൽകുന്നതായ ഭക്ഷണം വരേക്കും നിനക്ക് പരലോകത്തിൽ അതിന് പ്രതിഫലം ലഭിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇതൊക്കെ വളരെ ഷോർട്ട് ആയിട്ടാണ് ഞാൻ സംസാരിച്ചത്, നീട്ടി വലിച്ചു പറയേണ്ടതായ വിഷയമാണ്. നമ്മുടെ ടൈമിന്റെ പരിമിതം കാരണത്താൽ ഞാൻ നിർത്തുന്നു. ഇന്നത്തെ ദിവസത്തിൽ വിശുദ്ധ മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിൽ പ്രസംഗിക്കപ്പെട്ടതായ ഖുതുബോദിയതായ ആ ഖുതുബയും അതുപോലെ തന്നെ വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിന്റെ വിശുദ്ധ കഅബയുടെ മുമ്പിൽ വെച്ചിട്ട് പ്രസംഗിച്ചതായ പ്രസംഗത്തിൽ നടന്നതായ ഖുതുബയുടെ വിഷയവും എല്ലാം മാല്, അതിന്റെ പ്രത്യേകത, അതിന് ഇസ്ലാം നൽകുന്നതായ പ്രത്യേകത, അതിനെ ഏത് രൂപത്തിലാണ് നാം കൈയാളേണ്ടത്, ഏത് രൂപത്തിലാണ് അതിന് ചെലവഴിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് നാം അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നീ കാര്യങ്ങളായിരുന്നു. അക്കൂട്ടത്തിൽ മക്ക ഇമാമും മദീന ഇമാമും ഇവിടെ ഇസ്ലാമിക് ഗവൺമെന്റ് ആയതുകൊണ്ട് പ്രത്യേകം ഊന്നി പറഞ്ഞ വിഷയം, പൊതുമാലുകളിൽ ആരും കൈകടത്തരുത്, അതിനെ വേസ്റ്റാക്കരുത്, അതിനെ സംരക്ഷിക്കണം, പൊതുസമ്പത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനെ വേസ്റ്റാക്കുക എന്നത് ആരും ചെയ്യാൻ പാടുള്ളതല്ല എന്നത് പ്രത്യേകം ഊന്നി പറയുകയുണ്ടായി. ഇങ്ങനെ പറയുമ്പോൾ ലോകത്തിലുള്ള ഏത് രാഷ്ട്രത്തിലുള്ളതായ പൊതുസമ്പത്തിലും നാം അതിനെ വേസ്റ്റാക്കുവാനോ കൈകടത്താനോ പാടുള്ളതല്ല, അത് എല്ലാവർക്കും ഉള്ളതാണ് എന്നത് നാം മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്കെല്ലാവർക്കും സ്വീകാര്യമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പാദിക്കാൻ കൽപ്പിച്ച രൂപത്തിൽ സമ്പാദിക്കാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം നമുക്ക് അല്ലാഹു ഉണ്ടാക്കി തരട്ടെ. ഹലാലായ സമ്പത്ത് സമ്പാദിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രയാസമാണ് എന്ന് അല്പം മുമ്പ് സൂചിപ്പിച്ചല്ലോ ചില സുഹൃത്തുക്കൾ ചോദിക്കുന്ന ചോദ്യം. അതെ, അതിനുള്ള ചുറ്റുപാട് അന്തരീക്ഷം നമുക്ക് അല്ലാഹു ഉണ്ടാക്കി തരട്ടെ. ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുവാനും ഹലാലായ സമ്പത്ത് ഭക്ഷിക്കുവാനും ഹലാലായ രൂപത്തിൽ സമ്പാദിച്ച ശേഷം അത് അല്ലാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ, ഉദ്ദേശിച്ച രൂപത്തിൽ അത് ചെലവഴിക്കുവാനും അത് ഉപയോഗപ്പെടുത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത സഹോദര സഹോദരിമാരുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കട്ടെ അള്ളാഹു. അവരിൽ നിന്നിട്ട് ഇവിടെ വരാൻ ആഗ്രഹമുള്ളവരുടെ ആഗ്രഹത്തെ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. അവരിൽ നിന്നിട്ട് രോഗമുള്ളവരുടെ രോഗത്തെ അള്ളാഹു ശിഫയാക്കട്ടെ. പലരും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.